പോരയിടത്ത് ആരംഭിക്കുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കും. ജെ ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കും. സംഘാടകരും ജനപ്രതിനിധികളും മറ്റ് പ്രദേശവാസികളും ഒക്കെ തന്നെ ഉദ്ഘാടന ചടങ്ങിന് തയ്യാറായി നിൽക്കുന്ന ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഈ അവസരത്തിൽ ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നു. നമസ്കാരം. നമ്മുടെ ചടയമംഗലത്ത് പുതിയതായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പോരയിടത്താണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് പോരയിടം മേഖല. ആ മേഖലയിൽ ഇത്തരത്തിലൊരു സ്ഥാപനം സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടുകയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം വളരെ നല്ല രീതിയിലാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ മേഖലയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു സംരംഭമായിരിക്കും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്. ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനങ്ങൾ വലിയ ആഘോഷപൂർവ്വം പലപ്പോഴും നടത്താറുണ്ട്. എന്നാൽ സബ്സിഡി സാധനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു പ്രതികരിക്കുന്നു. നമ്മുടെ ചടയമംഗലത്തിന്റെ പടിഞ്ഞാറ് മേഖലയിൽ മാവേലി സ്റ്റോറായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഇന്നു മുതൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റായി മാറുകയാണ്. അത് ചടയമംഗലത്തെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ചടയമംഗലത്തിന്റെ പടിഞ്ഞാറ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1-ാം വാർഡ്, 2-ാം വാർഡ്, 14-ാം വാർഡ്, 15-ാം വാർഡ്, 2 എന്നീ വാർഡുകളടക്കം പള്ളിക്കാട് വാർഡടക്കമുള്ള മേഖലയിൽ പൊതുവിപണിയിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ സബ്സിഡിയോടുകൂടിയുള്ള നല്ല സാധനങ്ങൾ നമുക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരം ഇന്ന് സംജാതമായിരിക്കുകയാണ്. ഈ സ്ഥാപനത്തെ ഓരിടത്തെ ജനങ്ങളും അതുപോലെ നാട്ടുകാരും ഒക്കെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോരയിടം മേഖലയുടെ വികസനത്തിന് നാന്ദി കുറിച്ചിട്ടുള്ള വികസനത്തിന് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള പൊതുപ്രവർത്തകനും ചടയമംഗലത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ എ മുസ്തഫ പ്രതികരിക്കുന്നു. നമസ്കാരം. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായിരുന്ന സാവ് സി ദിവാകരൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വേളയിൽ ആവശ്യപ്പെട്ട് അനുവദിച്ചതാണ് ഈ ലാഭം മാർക്കറ്റ്. ഇന്നിപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്ത് സൂപ്പർ മാർക്കറ്റായി ബഹുമാനീയനായ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അതിന് ആവശ്യമായ നീക്കങ്ങൾ നടത്തി ഇപ്പോൾ അത് പ്രാവർത്തികമാകാൻ പോവുകയാണ്. ഈ പ്രദേശത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ ചടയമംഗലത്തിൻ്റെ ഒരു 3-4 വാർഡുകാർക്ക് മാത്രമല്ല, വെളുന്നല്ലൂർ പഞ്ചായത്തിലെയും ഇളമാട് പഞ്ചായത്തിലെയും ആക്കൽ, പെരപ്പയം, കണ്ണങ്കോട് തുടങ്ങിയുള്ള ആളുകൾക്കും, നിലമേ പഞ്ചായത്തിൻ്റെ പൂവത്തൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും, മടവൂർ പഞ്ചായത്തിൻ്റെ വരുന്ന പ്രദേശത്തെ ആളുകൾക്കുമെല്ലാം ഏറെ സൗകര്യപ്രദവും എത്തിച്ചേരാനുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെയുള്ള ഒരു കേന്ദ്രം, ഒരു ക്രിട്ടിക്കൽ കേന്ദ്രം എന്ന നിലയിൽ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ വളർച്ചയും അവിടെ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളുമെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും. അതിന് സഹായകരമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് എനിക്ക് വിഷ്ണുരാജ് പ്രതികരിക്കുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പോരയിടത്ത് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ ഏറെ കാലങ്ങളായി ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മാവേലി സൂപ്പർ മാർക്കറ്റ്, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൻ്റെ യാഥാർത്ഥ്യമായിരുന്ന
ഏറെക്കാലമായി മാവേലി സ്റ്റോറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് പോരേടം. എന്നാൽ ഇന്ന് സൂപ്പർ മാർക്കറ്റായി അത് ഉയർന്നു വരുമ്പോൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും, സാധാരണക്കാർക്കും, പൊതുവിതരണ രംഗത്ത് അവർക്ക് നേരിട്ടെത്തി അവരുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ആ പ്രദേശത്തെ തന്നെ ഒരു വികസനത്തിൻ്റെ ഒരു മാറ്റമുണ്ടാകും, പൊതുവിതരണ രംഗത്ത് ഒരു പുത്തൻ കുതിർപ്പിന് സാധ്യതയുണ്ടാക്കുന്നതായിട്ട് മാറുന്ന ഒരു പ്രസ്ഥാനമായി ഇവിടുത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പടിഞ്ഞാറൻ മേഖലയുടെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നും ഇതിവിടെ അനുവദിച്ച കേരള ഗവൺമെന്റിനും അതുപോലെ തന്നെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ള എല്ലാവർക്കും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയെ ഈ സമയത്ത് എല്ലാവിധ, കാരണം സന്തോഷത്തിൽ പറയാൻ വാക്കുകൾ ഏറെ ഉണ്ടെങ്കിലും അതൊന്നും പുറത്തു വരുന്നില്ല. എന്തായാലും ഇഷ്ടമുണ്ട്. എല്ലാവിധ ആശംസകളും. ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജെ ചിഞ്ചുറാണി എത്തിച്ചേർന്ന ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. പോകുന്നുള്ള അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ മുൻ പഞ്ചായത്ത് മെമ്പർ ചടയമംഗലം മുൻ പഞ്ചായത്ത് മെമ്പർ റാസി ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നു. ചടയമംഗലം പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയായ സാധാരണക്കാർ ജീവിക്കുന്ന പ്രദേശമാണ് പോരേടം. ചടയമംഗലം പഞ്ചായത്തിൻ്റെ മാത്രമല്ല, വെളുത്തുള്ളി പഞ്ചായത്തിൻ്റെ ഭാഗമായ പെരപ്പയം, പള്ളിക്കൽ പഞ്ചായത്തിൻ്റെ പ്രദേശമായ ഈരാറ്റ്, വെല്ലാങ്കുന്നം, ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ മാവേലിസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കണമെന്ന് ഈ നാട്ടുകാരുടെയും പ്രദേശത്തുള്ള എല്ലാവരുടെയും മുൻ ഭരണസമിതിയുടെ എല്ലാവരുടെയും ആഗ്രഹം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. അത് LDF സർക്കാരിൻ്റെ ഒരു വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയത് ഈ നാട്ടുകാർക്കെല്ലാം വളരെ സൗകര്യപ്രദമായിരിക്കുമെന്ന് മാത്രമാണ് വിശ്വസിക്കുന്നത്. ഈ ചടങ്ങ് വീക്ഷിക്കുവാനും ഇതിന് ആശംസ അർപ്പിക്കുവാനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സന്തോഷ് എത്തിയിട്ടുണ്ട്. സന്തോഷ് പ്രതികരിക്കുന്നു. സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അത് ഇന്ന മണ്ഡലങ്ങളിലില്ലാത്ത രീതിയിൽ വളരെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ സൂപ്പർ മാർക്കറ്റുകളും സപ്ലൈകോകളും എല്ലാം സംസ്ഥാനത്തെ എല്ലാ സ്ഥലത്തും അനുവദിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ 6-7 വാർഡോളം വരുന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നത്. അത് ഇവിടുത്തെ ജനങ്ങൾക്കും മുഴുവൻ ആശ്വാസം പകരുന്ന ഒരു പദ്ധതിയാണ്. അത് വളരെ വിജയകരമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. മുൻ പഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ. ജനകീയ സർക്കാരിന്റെ ജനകീയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും LDF ഗവൺമെന്റ് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൽ 2 സെന്റർ ആയിരിക്കണം. ചടയമംഗലം 1, ബാക്കി പോരേടം. ഇതുകൊണ്ട് സാധാരണപ്പെട്ട പൊതുജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഒരു സംരംഭമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും എൻ്റെ ഭാഗത്ത് അറിയിക്കുന്നു. പ്രതിപക്ഷ നേതാവ്, ചടയമംഗലം പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് നാസിം അമ്പലത്തിൽ.
സപ്ലൈകോയുടെ ഉദ്ഘാടനത്തിന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലും ക്ഷീരവകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്ഘാടന വേദിയിലേക്ക് പൗരാവലി സ്വീകരിച്ച് നയിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്.
എന്നിവ ജനങ്ങൾക്ക് വിദേശത്ത് തിരഞ്ഞെടുക്കാവുന്നതാണ്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ തത്സമയ ഈ സൈഡിൽ സാറേ ഇറങ്ങാം. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു പോകുന്ന മന്ത്രി ശ്രീയാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയായി. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനായി നമ്മുടെ ഏറെ പ്രിയങ്കരനായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ചിന്താറാണി ഈശ്വരി. പ്രാർത്ഥനയില്ല അല്ലാതെ ആദ്യമായി ഈശ്വര പ്രാർത്ഥന.
തനിക്ക് അറിയില്ല, പിള്ളേരുണ്ടല്ലോ. അല്ല, പെൺപിള്ളേരുണ്ട്, ശാലിനിയൊക്കെ നിൽക്കുമല്ലയോ. അംഗൻവാടി ടീച്ചർമാർ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് മിനീസിനെ ക്ഷണിക്കുന്നു. ബഹുമാനിയായിട്ടുള്ള യോഗാധ്യക്ഷയും നമ്മുടെ എം എൽ എയും മിനിസ്റ്ററോടിയായിട്ടുള്ള ജെ ചിഞ്ചുറാണി അവർ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അവർ, ആദ്യ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവർ, ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാംഗ്യ ഡാനിയൽ അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവർ, ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജു അവർ, ബഹുമാന്യരായിട്ടുള്ള വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഏറെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ബഹുമാന്യരെ, നമ്മുടെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനമാണ് അല്പം മുമ്പ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അവർ നിർവഹിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കപ്പെടുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, ആ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കി തന്ന നമ്മുടെ പൊതുവിതരണ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ച നമ്മുടെ എം എൽ എയും കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ചിഞ്ചുറാണി അവർ, ബഹുമാന്യരായിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, എല്ലാവരും തന്നെ വളരെ കാലം കൊണ്ട് ഇത്തരത്തിലുള്ളൊരു സംരംഭം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും സാധാരണപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന പോരേട മേഖലയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചതിന്റെ ഫലമാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏറെ സാധാരണപ്പെട്ട ജനങ്ങൾ ഒരുപാട് ആശ്രയിക്കുന്ന ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ സർക്കാർ തന്നെ പറയുന്നത് പോലെ 13 സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ തികച്ചും വില കുറച്ച് ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് വഴി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇന്ന് നമുക്ക് ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങളിലേക്കും കടന്നു പോകുന്നില്ല. കാര്യം, വേദിയിൽ ഒട്ടനവധി ജനപ്രതിനിധികളും അതുപോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒട്ടനവധി പേര് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. എന്റെ കർത്തവ്യം ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷയുമായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഈ ഉദ്ഘാടന യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അവർ, നമുക്കറിയാം, നമ്മുടെ ആവശ്യപ്രകാരം ഇത്തരത്തിലൊരു സംരംഭം നമുക്കിവിടെ അനുവദിച്ചു തന്നിട്ടുള്ള അദ്ദേഹത്തിന് ഈ എല്ലാവരുടെയും പേരിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിനോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ സദസ്സിന് മുന്നിൽ വെച്ച അഭ്യർത്ഥന കൂടി അദ്ദേഹത്തോട് പറയുകയാണ്. നമ്മുടെ ഏറ്റവും സാധാരണപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഈ ചടയമംഗലം പഞ്ചായത്തിനെ കുറിച്ച് അറിവുള്ള വ്യക്തിയാണ് നമ്മുടെ മിനിസ്റ്റർ. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി അടക്കം സ്ഥിതി ചെയ്യുന്ന ഈ ചടയമംഗലം പഞ്ചായത്തില് നമ്മുടെ സപ്ലൈകോയുടെ ഒരു മെഡിക്കൽ സ്റ്റോർ കൂടി അനുവദിച്ചു തരുന്നതിന് വേണ്ടിയുള്ള നടപടി ബഹുമാന്യനായിട്ടുള്ള മിനിസ്റ്ററുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് മുൻപോട്ട് വയ്ക്കുകയാണ്. അതിനോടൊപ്പം അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുക്കുകയാണ്. മിനിസ്റ്റർ വളരെ സന്തോഷത്തോടെ
വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ശ്രീ NK പ്രേമചന്ദ്രൻ അവർകളെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ആദ്യ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവർകളാണ്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ അവർകൾ, അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ചടയമംഗലം പഞ്ചായത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സുപരിചിതനായിട്ടുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മോടൊപ്പം നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ അവർകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുകയും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഹരിവി നായർ അവർകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് A. രാജു അവർകൾ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നോടൊപ്പം നിന്ന് സഹകരിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റിനെ ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയായിട്ടുള്ള ശ്രീമതി റീജ ഷഫീഖ് ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. ഏറെ ബഹുമാനത്തോടുകൂടി റീജ ഷഫീഖിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായിട്ടുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിഷ്ണുരാജിനെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഷംന നിസാം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ NS അലീന അവർകളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത വാർഡിലെ ജനപ്രതിനിധി നസീം അമ്പലത്തിൽ അവർകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയായിട്ടുള്ള CDSന്റെ ചെയർപേഴ്സൺ ശാലിനിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPMന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D. സന്തോഷ് അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം A. മുസ്തഫ അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർകളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് AR റിയാസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. IUML ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ഈട്ടിമുട്ടിൽ നിസാം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഭുവനേന്ദ്രക്കുറുപ്പ്, സുഗതൻ പിള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സപ്ലൈകോയുടെ തിരുവനന്തപുരം മേഖലാ മാനേജർ ശ്രീ സജാദ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, NREGSന്റെ തൊഴിലാളികൾ, ഏറെ പ്രിയപ്പെട്ട നാട്ടുകാർ, ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. പ്രിയങ്കരിയായ അധ്യക്ഷർ, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വാഗത പ്രസംഗ പ്രിയങ്കരിയായ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, നമ്മുടെ ഈ പരിപാടി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട കേരളത്തിന്റെ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി കൂടിയായ പ്രിയപ്പെട്ട ശ്രീ GR അനിൽ അവർകൾ,
മുഖ്യാതിഥിയായി ഇവിടെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ള MP ശ്രീ NK പ്രേമചന്ദ്രൻ, ആദ്യ വിൽപ്പന നടത്തുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ആശംസകൾ അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സാംഖ്യ ഡാനിയൽ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ഹരി വി നായർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സഖാവ് A രാജു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീമതി ഷംന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ശ്രീജ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ MR വിഷ്ണുരാജ്, ശ്രീമതി NS സലീന ബ്ലോക്ക് മെമ്പർ, ശ്രീ M ബാബുരാജൻ വാർഡ് മെമ്പർ, ശ്രീ നസമുദ്ദീൻ അമ്പലത്തിൽ വാർഡ് മെമ്പർ, കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ ശ്രീമതി ശാലിനി, പ്രിയപ്പെട്ട CPIയുടെ മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് മുസ്തഫ, പ്രിയപ്പെട്ട INC ശ്രീ AR റിയാസ്, BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീ M ഹരികുമാർ, IUML ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ഏട്ടിമുട്ടൽ നിസാം, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം ശ്രീ ജോബി ജീവൻ, പ്രിയപ്പെട്ട കേരള കോൺഗ്രസ് B ജില്ലാ സെക്രട്ടറി ശ്രീ സുഗതൻ പിള്ള, RSP മണ്ഡലം സെക്രട്ടറി ശ്രീ പുകനേന്ദ്രക്കുറുപ്പ്, നമ്മുടെ സപ്ലൈകോ തിരുവനന്തപുരം മേഖല മാനേജർ ശ്രീ സജാദ് ഉൾപ്പെടെയുള്ള നമ്മുടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ മാവേലി സ്റ്റോറുകളൊക്കെ തന്നെ ഇന്ന് കുറെ കൂടി വിപുലീകരിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റുകളായിട്ട് പ്രവർത്തിക്കുവാനും, നമുക്കറിയാം അതിലെ അംഗസംഖ്യ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സിവിൽ സപ്ലൈസ് ഇന്ന് നമ്മുടെ കേരളത്തിലെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ഇത്തരത്തിൽ മാവേലി സ്റ്റോറുകളും സിവിൽ സപ്ലൈസും ഒക്കെ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 8.5 വർഷക്കാലമായിട്ട് ഒരു പണവും വർദ്ധിപ്പിക്കാതെ ആയിരുന്നു ഇത്രയും നാട് പൊതുവിപണിയിൽ. നമുക്കറിയാം, അത് അരിയുടെ ആയാലും നമുക്ക് ഉഴുന്നിന്റെ ആയാലും പയറിന്റെ ആയാലും വില ഏകദേശം ഇരട്ടിയിലധികം പൊതുവിപണിയിൽ നിലനിൽക്കുമ്പോഴും കേരളത്തിൽ സബ്സിഡിയോടുകൂടി 13 കൂട്ടം സാധനങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. നമുക്കറിയാം, ഈ വർഷമാണ് ഞങ്ങൾ അതിനൊരു ചെറിയ മാറ്റം, ഒരു ചെറിയ വർധനവ്, പൊതുവിപണിയെക്കാളും ഒരു 40% അല്ലേ 35% കുറവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മുഴുവൻ സാധനങ്ങൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, നമുക്ക് ആവശ്യമായ പണം സിവിൽ സപ്ലൈസിൽ ഉൾപ്പെടെ, നമുക്കറിയാം ഭക്ഷ്യ വകുപ്പിൽ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നിരന്തരം തന്നുകൊണ്ടിരുന്ന അരിയുടെ വിഹിതം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുന്ന ഒരവസ്ഥ നമ്മുടെ രാജ്യത്തെമ്പാടും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ സബ്സിഡി വീണ്ടും നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി കൊണ്ടുവരുവാനും, അത് ഓണക്കാലഘട്ടത്തിലും റംസാൻ കാലഘട്ടത്തിലും ക്രിസ്മസ് കാലഘട്ടങ്ങളിലും ഒക്കെ തന്നെ സാധാരണക്കാർക്ക് സബ്സിഡിയോടുകൂടി ഇത്തരം സാധനങ്ങൾ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ മാറ്റമാണ്. കേരളമെന്ന് നമ്മൾ പറയുമ്പോഴും ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നമ്മളൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യരേഖ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വെറും 0.7% എന്ന് പറഞ്ഞാൽ 1% പോലും ദാരിദ്ര്യരേഖ നമുക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം ഇന്ന് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ രാജ്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യരേഖ ശക്തമായ നിലയിൽ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. പട്ടിണി മരണങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് നടക്കുമ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ദാരിദ്ര്യരേഖയിൽപ്പെട്ട ആൾക്കാരെ സാമ്പത്തികപരമായി ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ദാരിദ്ര്യരേഖയിൽ നിന്ന് ഇന്ന് അതിദരിദ്രരുടെ ഒരു ലിസ്റ്റ് കേരളത്തിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ആ അതിദരിദ്രർ കേരളത്തിൽ 64,000 സംതിങ് ആൾക്കാരാണ്. ആ 64,000-ലധികം വരുന്ന അത്തരത്തിലുള്ള ഈ അതിദരിദ്രരെ കൂടി ഈ ദാരിദ്ര്യരേഖയും കടന്ന് മുകളിലേക്ക് അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന
വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് അതിദരിദ്രർക്ക് നമുക്ക് കൊടുക്കുവാൻ പറ്റാവുന്ന അവർക്ക് ലോണുകളും അവർക്ക് സാമ്പത്തിക സഹായങ്ങളും അവർക്ക് വീടും അവർക്ക് വസ്തുവും ഇതൊക്കെ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഒരു കണക്കുകൂട്ടലെടുത്ത് പരിശോധിച്ചാൽ 2025 കൂടി ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഒന്ന്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ മാവേലി സ്റ്റോർ ഇന്നിപ്പോ ഉണ്ടായിരുന്നു. ആ മാവേലി സ്റ്റോർ ബൃഹത്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റായിട്ട് അത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സിവിൽ സപ്ലൈസിന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ സ്റ്റോർ കൂടി നമ്മുടെ ചടയമംഗലം ഈ മണ്ഡലത്തിൽ നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ഉള്ള സഹായം നമ്മുടെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പും അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനവും ഈ വേദിയിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇവിടെ ഒട്ടേറെ വികസനങ്ങൾ, ഞാനതിപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് എടുത്തു പറയുന്നില്ല. എന്നാൽ നമുക്കറിയാം ഇവിടുത്തെ ഒരിടം അമ്പലംകുന്ന് റോഡ് നമുക്ക് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിനകത്തുള്ളതല്ല, മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള ഒരു ഏജൻസി കേരളത്തിൽ വന്ന് പത്തനാപുരം മണ്ഡലത്തിലെയും നമ്മുടെ മണ്ഡലത്തിലെയും 2 വർക്കുകൾ കേരളത്തിലെടുത്തിരുന്നു. ആ വർക്കിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ PWD വകുപ്പ് മന്ത്രിയും ഞാനും കൂടെ ചേർന്നാണ് ഞങ്ങൾ അത് നടത്തിയത്. പക്ഷേ അത് നടത്തി കഴിഞ്ഞിട്ടാണ് അവർ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവരെ അത് പുറത്തു കൊണ്ടുവരികയും പൊതുമരാമത്തും കിബിയും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ആ പണി അടിയന്തരമായിട്ട് നമുക്കത് ക്യാൻസൽ ചെയ്യണം, ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർക്കുകൾ ക്യാൻസൽ ചെയ്തു. എന്നാൽ വളരെ പെട്ടെന്ന് അതിന്റെ റീ എസ്റ്റിമേറ്റ് നമ്മൾ എടുക്കുക. യഥാർത്ഥത്തിൽ അതിന്റെ സൈഡ് വർക്കുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. പോസ്റ്റുകൾ മുഴുവൻ നമ്മൾ റവന്യൂവിന്റെ ആൾക്കാരെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് ആ സ്ഥലം വീതി എടുത്തുകൊണ്ട് പോസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു, മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ റീ എസ്റ്റിമേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിന്റെ AS ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, TS കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ടെൻഡർ നടപടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് അത് എത്തിച്ചേർന്നിരിക്കുന്നത്. ടെൻഡർ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വർക്ക് നമുക്ക് സ്പീഡപ്പ് ചെയ്ത്, അത് മാത്രമാണ് നമുക്ക് ഇച്ചിരി പെൻഡിങ് കിടന്നത്. ബാക്കി എല്ലാ വർക്കുകളും നമ്മൾ പരമാവധി പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഇത്തരത്തിലൊരു നല്ല ഒരവസരം നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ സ്ഥാപിതമാക്കുവാൻ മുന്നോട്ട് വന്ന നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയെ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ഇവിടെ വന്ന മുഴുവൻ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിന്റെ ഭക്ഷ്യ വകുപ്പ് മന്ത്രിയാണ്. സഖാവ് GR അനിലിനെ ഞാൻ ക്ഷണിച്ചു. യോഗാധ്യക്ഷ, ഏറെ ബഹുമാന്യയും പ്രിയങ്കരിയുമായ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, രീതിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാംഗ ഡാനിയൽ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ A രാജു, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി അംഗം സഖാവ് A മുസ്തഫ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, വളരെ വളരെ സന്തോഷകരമായ ഒരു സദസ്സും ഒരു വേദിയുമാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ ഒരുപോലെ സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന വേദിയാണ് ഈ പോരാടത്ത് സൂപ്പർ മാർക്കറ്റ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മാവേലി സ്റ്റോറുകളുടെ ഉദ്ഘാടന രീതിയിൽ എല്ലാവരും ഒരുപോലെ സഹകരിക്കുന്ന ഒന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല,
നാട്ടിൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരടുത്ത ബന്ധുവായി ഈ മാവേലി സ്റ്റോറുകൾ മാറുന്നതുകൊണ്ടാണ്. നമ്മുടെ എല്ലാം ആദരണീയനായിരുന്ന സർ വി ചന്ദ്രശേഖരൻ നായർ തുടങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഗവൺമെന്റിന്റെ ഭാവനയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു മാവേലി സ്റ്റോറെങ്കിലും തുറക്കണമെന്നായിരുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ അത്തരമൊരു സൗകര്യം സാമാന്യ ജനങ്ങൾക്ക് ഗവൺമെന്റ് നൽകണമെന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 5ാമത്തെ സൂപ്പർ മാർക്കറ്റാണ്. ആ മുനിസിപ്പാലിറ്റിയിലെ 5ാമത്തെ സൂപ്പർ മാർക്കറ്റാണ് ഉദ്ഘാടനം. അപ്പൊ നമുക്ക് കേരളത്തിൽ ഇന്ന് 1600-ലധികം കേന്ദ്രങ്ങളിൽ 1600-ലധികം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള മാവേലി സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുകയാണ്. ഞാനിത് 108ാമത്തെ ഈ ഗവൺമെന്റ് ഞാൻ ഭക്ഷ്യമന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷം ഈ രീതിയിലേക്ക് ആരംഭിക്കുന്ന 108ാമത്തെ പുതിയ ഷോപ്പാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത് ഇവിടെയും പ്രധാനപ്പെട്ട അധ്യക്ഷയുടെ ഡിമാൻഡ് എന്താണ്? ഇവിടെ വന്ന ഉടനെ എൻ്റെ കയ്യിൽ അവരുടെ കത്ത്, മറ്റൊന്നുമല്ല, നിങ്ങളുടെ ചടയമംഗലത്തെ ആശുപത്രിക്ക് സമീപം പുതുതായി മെഡിക്കൽ ഷോപ്പ് ആരംഭിക്കണം. എന്താ കാര്യം? മെഡിക്കൽ ഷോപ്പിൽ BPL ഫാമിലിക്ക്, മുൻഗണനാ കുടുംബങ്ങൾക്ക് 25% വില കുറച്ചാണ് മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാണ്. അവർക്കൊരു ആശ്വാസമാണ്. MRP വിലയേക്കാൾ 25% ആ കാർഡ് കാണിച്ചാൽ, കാർഡ് നമ്പർ എഴുതിയിട്ട് അവർക്ക് വില കുറച്ച്, യഥാർത്ഥ വിലയിൽ സബ്സിഡി കൊടുക്കും. അതാണ് എല്ലാ സ്ഥലത്തെയും ജനപ്രതിനിധികളുടെ പൊതുവായ ഡിമാൻഡ്. എവിടെ ചെന്നാലും ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് 27 ലക്ഷം കുടുംബങ്ങളാണ് ഈ സപ്ലൈകോ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചത്. ഓണത്തിന്റെ സമയത്ത് ആലോചിച്ച് നോക്കി. ഒരു മാസക്കാലം ഏകദേശം 35 മുതൽ 40 ലക്ഷം കുടുംബങ്ങൾ ഈ ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങി പോവുകയാണ്. അപ്പൊ ആളുകൾക്ക് ഒരു ചെറിയ ആശ്വാസം നൽകാൻ ഉള്ള നടപടി ആയതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയധികം. ഇവിടെ ഏതെങ്കിലും ഒരു ചെറിയ കുറവുണ്ടായാൽ മാധ്യമങ്ങളുടെ പ്രധാന വാർത്തയാണ്. എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഇതിന്റെ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം കുറച്ച് വൈകുന്ന അവസ്ഥയിൽ നീണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ ഈ മുസ്തഫ സഹാബിന്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് സ്ഥലത്ത് വെച്ച് കണ്ടാലും ആദ്യത്തെ വിഷയം ഇതാണ്: ഈ പോരയിടത്ത് സൂപ്പർ മാർക്കറ്റ് എന്ത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ചോദിച്ചത്. ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു, ഞാൻ എന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് പറ്റില്ല. കാരണം അദ്ദേഹത്തിന് അത്തരം ഒരു വൈകാരികമായ ഒരു ബന്ധമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് പഞ്ചായത്തും മറ്റ് ജനപ്രതിനിധികളെല്ലാം പറയുന്നതിനേക്കാൾ ഉപരിയായി മുസ്തഫയുടെ ഒരു നിർബന്ധമാണ് കുറച്ച് വൈകിയെങ്കിലും ഇത്രയും നേരത്തെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. നമുക്ക് ഗവൺമെന്റിന് കുറേയേറെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ എന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ സബ്സിഡി കൊടുക്കാനാണെങ്കിലും മറ്റ് പ്രവർത്തനങ്ങൾക്കാണെങ്കിലും പലപ്പോഴും തടസ്സം വന്നു. ഇവിടെ സപ്ലൈകോയിലൂടെ ഒരു മാസം സബ്സിഡി വിൽപ്പനയിൽ മാത്രം 30 കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് വരുന്നത്. വിൽപ്പന കൂടുന്തോറും ലാഭം ഉണ്ടാവുകയല്ല, നഷ്ടം കൂടുന്ന ഒരു സാധനം ഏതെന്ന് ചോദിച്ചാൽ സപ്ലൈകോ. നമ്മൾ സാധാരണ പറഞ്ഞാൽ വിൽപ്പന കൂടുന്തോറും ലാഭം ഉണ്ടാവുന്നു, അങ്ങനെയല്ലേ? അതല്ലേ ശാസ്ത്രം. പക്ഷെ വിൽപ്പന കൂടുന്തോറും ബാധ്യത കൂടുന്ന ഒരു സ്ഥാപനമാണ്, സർക്കാരിന് ബാധ്യത കൂടുന്ന ഒരു സ്ഥാപനമാണ് സപ്ലൈകോ. അത്രയേറെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന്
നമുക്ക് എത്ര ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് അറിയാം? എപ്പോഴും മാധ്യമങ്ങളിലെ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളല്ല. അപ്പൊ ഇന്നലെ ഞാൻ എറണാകുളത്ത് ഇറങ്ങുമ്പോൾ പത്രക്കാർ ചോദിക്കുന്നത് ആകെ റേഷൻ വിതരണമാകെ താറുമാറായല്ലോ മിനിസ്റ്റർ, എന്താ പറയാനുള്ളതെന്ന് ആലോചിക്കുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാനിതാ മലപ്പുറം കോഴിക്കോട് അതുവഴിയാണ് വരുന്നത്. ഞാൻ വന്ന വഴിയിലുള്ള ഒരു കടയിലും റേഷൻ കടയിലും സാധനത്തിന്റെ കുറവില് റാക്ക് ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥ കണ്ടു. എല്ലാ കടയിലും അരി ചാക്ക് നിറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. അത് പോലെയിടത്താണെങ്കിലും ചടയമംഗലത്താണെങ്കിലും കേരളത്തിന്റെ ഏത് റേഷൻ ഷോപ്പിന്റെയും സ്ഥിതി അതാണ്. ഏകദേശം 1.5 മാസക്കാലത്തെ സ്റ്റോക്ക് ഉണ്ടാകും. 1.5 മാസക്കാലത്തെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പണിമുടക്ക് വന്നാൽ, ഒരാഴ്ച 2 ആഴ്ച നീണ്ട പണിമുടക്ക് വന്നാലും നമ്മളെ ബാധിക്കുന്ന സ്ഥിതി വരില്ല. ട്രാൻസ്പോർട്ടേഷന്റെ ഈ ലോറിയിൽ സാധനം കൊണ്ടുകൊടുക്കുന്ന സപ്ലൈകോ സിവിൽ സപ്ലൈസ് വകുപ്പിലെ സാധനം എത്തിക്കുന്ന ലോറി കോൺട്രാക്ടർമാർ ഒരു സമര നോട്ടീസ് എനിക്ക് തന്നു. എനിക്കല്ല, അതിന്റെ എം ഡിക്ക് തന്നു. എം ഡിക്ക് കൊടുത്ത് ഞാൻ ഉടനെ എന്നെ അറിയിച്ചോടെ തന്നെ അവരെ വിളിച്ച് സംസാരിക്കണം. 2 മാസത്തെ അവരുടെ കുടിശ്ശിക ഉണ്ട്. ആ കുടിശ്ശിക നമുക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാം. അതിന് അവരുമായിട്ട് സംസാരിച്ച് 1 മാസത്തെ ഈ ആഴ്ച കൊടുക്കാം, അടുത്ത നമുക്ക് ഉടനെ കൊടുക്കാം. അതവരെ ബോധ്യപ്പെടുത്താനുണ്ടോ? അവരെ കേട്ടു, അവരെ യോഗം വിളിച്ചു, അവര് സമ്മതിച്ചു, അവർ സന്തോഷത്തോടെ പിരിഞ്ഞു. പക്ഷേ എങ്കിലും ആളുകളുടെ ആഗ്രഹം എന്താ, ചിലരുടെ ആഗ്രഹം എന്താ, ഇതാകെ തടസ്സപ്പെട്ടെന്ന് വരുത്തി. റേഷൻ ഷോപ്പുകളിൽ സാധനമില്ല, സാധനം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഒരു ഭീതി ഉണ്ടാക്കണം ആളുകൾ. എന്താ കാരണം? 2-3 സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കിടക്കുക. ഇതാണ് പച്ചയായിട്ടുള്ള വിഷയം. വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണത്. അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഈ താഴെ നിന്ന് വന്നത്. ഒരു റേഷൻ കടയിലും ഒരാളിനും അരി വിതരണത്തിന് തടസ്സം. ഇന്നലെ 3 ലക്ഷത്തോളം ആളുകൾ ഇന്നലെ അരി വാങ്ങിയിട്ടുണ്ട്. ഒരു തടസ്സവുമില്ല. പക്ഷേ ഒരിടത്തുള്ളവരോട് പറയും അത് അഞ്ചലിലുള്ളവർക്ക് അരി കിട്ടുന്നില്ലെന്ന് പറയും. അഞ്ചലിലുള്ളവരോട് പറയും ഒരിടത്തുള്ളവർക്ക് അരി കിട്ടുന്നില്ല. ഊഹാപോഹ പ്രചരണമാണ്. പൊതുവിതരണ മേഖലയുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയാണെങ്കിലും റേഷൻ ഷോപ്പുകളിലാണെങ്കിലും ലക്ഷോപലക്ഷം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നാലേ ആ വാർത്ത വായിക്കാൻ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാകും. ഇതാണ് എന്റെ വിഷയം. 83 ലക്ഷം കുടുംബങ്ങളാണ്, 84 ലക്ഷം കുടുംബങ്ങളാണ് എല്ലാ മാസവും. കഴിഞ്ഞ 2-3 വർഷത്തെ കണക്ക് ആർക്കും പരിശോധിക്കാമല്ലോ. ഓരോ മാസത്തെയും റേഷൻ കാർഡ് ഹോൾഡേഴ്സ് വാങ്ങിയ അരിയുടെ കണക്കും അതിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് എല്ലാവർക്കും നോക്കാൻ കഴിയും. അല്ല മന്ത്രിക്ക് മാത്രമല്ല, ഏതൊരാളിലും സൈറ്റിൽ കയറി നോക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ 83-84 ലക്ഷം കുടുംബങ്ങൾ പ്രതിമാസം റേഷൻ ഷോപ്പിൽ നിന്ന് അരി വാങ്ങി പോകുന്നതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ വിഷയം, ഉദാഹരണത്തിന് ഇവിടെ കറണ്ട് പോയാൽ ഇതിന്റെ ഇപോസ് മെഷീൻ വർക്ക് ചെയ്യാൻ പ്രയാസമാണ്. കണക്ടിവിറ്റി ഇഷ്യൂ വന്നാൽ, ചില സ്ഥലത്ത് വന്നാൽ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് കുറച്ചു നേരം ഒരു തടസ്സം ഉണ്ടാകും. പക്ഷെ ആ തടസ്സം ഉണ്ടാകുന്ന ഒരു നിമിഷം കഴിയുന്നതിന് മുമ്പേ കേരളത്തിലെ എല്ലാ ചാനലുകളിലും എഴുതി കാണിക്കുന്നത് കേരളമൊട്ടാകെ റേഷൻ കടകൾ സ്തംഭനാവസ്ഥയിലായി, തകരാറിലായിരിക്കും. ഇതാണ് പ്രചരിപ്പിക്കുന്നത്. എന്താ കാര്യം? ഈ 80-83 ലക്ഷം കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് അതിന്റെ ചെറിയ കുറവുകൾ പോലും വലിയ വാർത്തയായി മാറും. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വാർത്ത വരുന്നു. അപ്പൊ അതിന്റെ വസ്തുത ഞാൻ അവരോട് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, അവരുമായിട്ട് സംസാരിക്കുക, സമരത്തിന്റെ നോട്ടീസ് തന്നാൽ നമ്മൾ സംസാരിച്ച് പരിഹരിക്കുകയല്ലേ നമ്മുടെ മാർഗം. അങ്ങനെ പരിഹരിക്കും, അതിനൊന്നും യാതൊരു തടസ്സമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റേഷൻ കടകളിൽ ഒരു തടസ്സവും ഒരു കുടുംബത്തിനും ഉണ്ടാകാത്ത തരത്തിൽ ഭക്ഷ്യവിതരണം ഭംഗിയായി നടക്കുമെന്ന് ഉറപ്പു. അത് കഴിഞ്ഞ് അടുത്ത വിഷയം മറ്റൊന്നുമല്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തിന്റെ 2 പഞ്ചായത്ത് നെൽകർഷകരുടെ കേന്ദ്രങ്ങളാണ്. നെല്ല് സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെല്ലുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയമാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞു, വ്യക്തമായി കൃത്യമായ കണക്ക് എടുത്ത് മറുപടി പറഞ്ഞു. 15,000-ത്തിലധികം മെട്രിക് ടൺ നെല്ല് മെലഞ്ഞാന്ന് രാത്രി വരെ സംഭരിച്ചു കഴിഞ്ഞു അവിടെ മാത്രം. ഞായറാഴ്ച അതുപോലെ ശനിയാഴ്ച ദിവസം സ്വാഭാവികമായി ചുവട്ട് തൊഴിലാളികളാണല്ലോ ലോറിയിൽ കയറ്റിവിടേണ്ടത്. ഏത് പാർട്ടിയിലെ ഏത് യൂണിയൻ എന്നുള്ള വിഷയമല്ല.
അവരന്നത്തെ ദിവസം സ്വാഭാവികമായിട്ട് പണിക്കിറങ്ങില്ലെന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഡിലേ വരും. അവർ പണിക്കിറങ്ങി ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ കൂടുതൽ കൂലി കിട്ടാത്തതുകൊണ്ട് അവരങ്ങനെ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും കയറ്റിറക്ക വിഷയത്തിൽ ചില തടസ്സം വന്നാൽ ലോറിയോടെ കിടക്കും, സാധനം പോകാൻ പറ്റില്ല. കാരണം കയറ്റിയാലേ കൊണ്ടുപോകാൻ പറ്റൂ. അത് കുറച്ച് സമയം കഴിഞ്ഞാൽ പരിഹരിക്കുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് തന്നെ കേരളത്തിന്റെ മാധ്യമങ്ങളിൽ പാലക്കാട് കർഷകരെ ഗവൺമെന്റ് കൈവിട്ടു, നെല്ല് സംഭരിച്ചതിന് പൈസ കൊടുത്തില്ല, നെല്ല് സംഭരിക്കുന്നില്ല, ഇതാണ് അടുത്ത വാർത്ത. ഞാൻ പിന്നെ വസ്തുത എല്ലാം പിന്നെ പറയേണ്ടി വന്നു. 1411 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച് പൈസ കൊടുത്തു കഴിഞ്ഞ ആ പൈസയുടെ കുടിശ്ശിക കിട്ടാനുള്ളത്. ഇതാണ് നമ്മുടെ സ്ഥിതി. അതിനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും മുഴുവൻ ജനപ്രതിനിധികളും ഗവൺമെന്റിന് കൃഷിക്കാർക്ക് കിട്ടേണ്ട പണം കേന്ദ്രം കൃത്യമായി കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? ഞാൻ എത്ര തവണ ഈ മന്ത്രിസഭയിൽ മന്ത്രിയായതിനു ശേഷം കേന്ദ്ര ഭക്ഷ്യമന്ത്രിമാരെ കാണാൻ പോയത്? എന്തിനു വേണ്ടിയാ കൂടുതലും പോയത്? ഈ കേരളത്തിൽ നമുക്ക് 2016 മുമ്പ് വരെ ഉണ്ടായിരുന്ന 16.5 ലക്ഷം മെട്രിക് ടൺ അരി ധാന്യം 14 ലക്ഷമായി വെട്ടിച്ചുരുക്കിയ ആ നടപടി പിൻവലിച്ച് നമുക്ക് പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തിനാണ്. ഏറ്റവും അവസാനം ഈ ഓണത്തിനാ പോയി കണ്ടത്. ഈ ഓണത്തിന് പോയി കണ്ട സമയത്ത് മറ്റൊന്നുമല്ല ആവശ്യപ്പെട്ട, ഓണത്തിന് കുറച്ച് കൂടുതൽ അരി നമുക്ക് നാട്ടിലെ ആളുകൾക്ക് കൊടുക്കണം, മാർക്കറ്റിലെ അരിവില വർദ്ധിക്കാൻ പാടില്ല. അവസാനം ഞാൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കുറച്ച്. കേരളത്തിലെ കൃഷിക്കാരുണ്ടാക്കിയ നെല്ലിന്റെ ആ അരി തന്നെ, ചമ്പാവരി തന്നെ ഞങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട്, അത് ക്രമീകരിച്ചു കൊടുക്കാൻ നിങ്ങൾ അനുവാദം. ഇപ്പൊ വെള്ള കാർഡുകാരന് 2 കിലോയില് നമുക്ക് കൊടുക്കാൻ പറ്റൂ. എന്താ കാര്യം? 2 കിലോയെ അലോട്ട്മെന്റ് ഉള്ളൂ. നീല കാർഡുകാരന് ഒരു കാർഡിന്റെ ഒരാളിന് 2 കിലോ വെച്ച് 4 ആളുണ്ടെങ്കിൽ 8 കിലോ കൊടുക്കാൻ പറ്റൂ. അത് വില കൊടുത്ത കേന്ദ്രത്തിന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് FC നമ്മൾ. അതിൽ തന്നെ കുറച്ച് മിച്ചം വന്നാൽ, ഒരു മാസത്തെ വാങ്ങാൻ വരാത്ത ആളുകളുടെ മിച്ചം വന്നാൽ അടുത്ത മാസം അതേ ആളുകൾക്ക് 2 കിലോ എന്നുള്ളത് 3 കിലോയോ 4 കിലോയോ 5 കിലോയോ കൂട്ടി കൊടുക്കാൻ. അങ്ങനെ കൊടുത്താൽ കേന്ദ്ര ഗവൺമെന്റ് ആ കൊടുക്കുന്ന, അധികം കൊടുക്കുന്ന, നിശ്ചയിച്ച 2 കിലോയ്ക്ക് അധികം കൊടുക്കുന്ന അരിക്ക് മാർക്കറ്റിലെ വില കേന്ദ്രത്തിൽ അടക്കണം. സബ്സിഡി വില അടച്ചാൽ പോരാ. നമ്മൾ 8.90 വാങ്ങിയിട്ട് 4 രൂപയ്ക്കാണ് നീലക്കാർഡിന് കൊടുക്കുന്നത്. നമ്മൾ വാങ്ങുന്ന എത്ര? 8.90 അരി. FCI ഗോഡൌണിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുന്ന അരി നമ്മൾ നീലക്കാർഡിലെ ഏകദേശം 40 ലക്ഷത്തോളം 35 ലക്ഷത്തിൽ പല കുടുംബങ്ങൾക്ക് നമ്മൾ 4 രൂപയ്ക്ക് വില കുറച്ചാണ് കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത്, അങ്ങനെ ക്രമീകരിച്ച് കൊടുത്താൽ അതിന് ഫൈൻ ഈടാക്കുന്ന, അതിന് മാർക്കറ്റ് വില അടക്കേണ്ടുന്ന അവസ്ഥ ആ നില നിൽക്കുമ്പോഴാണ് ഈ കേരളത്തിലെ പൊതുവിതരണ രംഗം വളരെ വളരെ ഈ പ്രയാസകരമായ അന്തരീക്ഷത്തിലും ജനങ്ങൾക്ക് സഹായകരമാകുന്ന നിലപാട് സ്വീകരിക്കും. ചിലർ പ്രചരിപ്പിക്കേണ്ട കോവിഡ് കാലത്ത് സപ്ലൈകോയിലൂടെ കൊടുത്ത കിറ്റിന് കേന്ദ്രം പണം തന്നതാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. പച്ചയായ കള്ളം പ്രചരിപ്പിച്ചല്ലോ. 13 കിറ്റ് കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തു. ഏകദേശം 6000 കോടിയോളം രൂപ ഗവൺമെന്റിന് ചെലവായി. കേരളത്തിൽ കോവിഡ് കാലത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി വിവിധ തലത്തിൽ നടത്തിയ സബ്സിഡി ചിലവ്, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലാണ്. എന്താ പറഞ്ഞ് പ്രചരിപ്പിച്ചത്? കേന്ദ്രം പണം തന്നു. ഒരു സിംഗിൾ പൈസ കോവിഡ് കാലത്ത് ഇത്തരം സബ്സിഡി കൊടുക്കാൻ, ഇത്തരത്തിൽ സൗജന്യം കൊടുക്കാൻ, ഇത്തരത്തിൽ കിറ്റ് കൊടുക്കാൻ ഏതെങ്കിലും കേരളത്തിന് പുറത്തുള്ള ആളുകളുടെ സഹായം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ പ്രളയ നാളിൽ കേരളത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മലയാളി നിരവധിയായിട്ടുള്ള ഗോഡൌണുകൾ ഒലിച്ചുപോയി. ലക്ഷക്കണക്കിന് ടൺ അരിയും നമ്മുടെ നെല്ലും വെള്ളം കൊണ്ടുപോയി. അത്തരം സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. കേന്ദ്രം വലിയ ഉദാരമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ തൊട്ടു പുറകെ നമ്മൾ അതിന് 250-ലധികം കോടി രൂപ തിരിച്ചടക്കേണ്ടി വരും. നമുക്ക് നൽകിയ അരിക്ക് പണം കൊടുക്കേണ്ടി വന്ന കഥ നമ്മൾ മറന്നോ? ഇപ്പൊ വയനാടിൽ ദുരന്തം ഉണ്ടായല്ലോ. ഞങ്ങൾ 2 മന്ത്രിമാരും അവിടെ പോയ ആളുകളാണ്.
ദിവസങ്ങൾ അവിടെ നിന്നവരാണ്. അവിടെ ഞാൻ എന്റെ വകുപ്പിൽ 44, 46 2 റേഷൻ ഷോപ്പ് പൂർണ്ണമായി മണ്ണ് കൊണ്ട് നിറഞ്ഞ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയായി പോയി, മണ്ണടിഞ്ഞ്. അവിടെ ചെന്നിറങ്ങിയ ഉടൻ തൊട്ട് മുകളിലത്തെ ജംഗ്ഷനിൽ 2 കടയും പുതിയ ഇപ്പോസ് മെഷീൻ കൊടുത്ത് തുറക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചു. അതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ അവിടെ എത്തിച്ചു. ആ 2 കടയിലെയും കാർഡ് സൗജന്യമായി അരി വിതരണം നടത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. അതാണ് കേരളത്തിലെ ഗവൺമെന്റ്. ജനങ്ങളുടെ ദുരിതത്തിൽ, ജനങ്ങളുടെ പ്രയാസത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഗവൺമെന്റാണ് ഞങ്ങളെല്ലാം ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളിടയിൽ നിന്നാണ് വന്നവർ. അതുകൊണ്ടാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കുന്നത്. ഈ നിമിഷം വരെ മാസങ്ങൾ എത്ര കഴിഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് 10 കിലോ അരി ആ ദുരിതബാധിതർക്ക് സൗജന്യമായി റേഷൻ കടയിലൂടെ കൊടുക്കാൻ അനുവദിച്ചു. ഇത് പറയുമ്പോൾ രാഷ്ട്രീയമൊന്നും ആരും കണ്ടില്ല. ഇത് ജീവിത യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയമൊന്നുമല്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇവിടെ നമുക്ക് സബ്സിഡി കൊടുക്കുമ്പോൾ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ സബ്സിഡിയും അവസാനിപ്പിക്കുന്ന നയമാണ് രാജ്യം നടപ്പാക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോഴും ഓരോ മേഖലകളിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ഇത്തരം സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ്. ഇതെല്ലാം പറയുമ്പോൾ നാളെ ഇതെല്ലാം സുഭിക്ഷമാണ്, സമ്പന്നമാണ് എന്ന് മന്ത്രി വന്ന് പറഞ്ഞിട്ട് പോയി എന്ന് ആരും പറഞ്ഞത്. എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ഇവിടെ വെളിച്ചെണ്ണ 14-ാം തീയതിയാണ് ടെൻഡർ അടുത്ത് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് കുറവ് ജീവനക്കാർക്കറിയാം. ഇതെല്ലാം നമ്മൾ സംഭരിക്കുന്നത്, വാങ്ങുന്നത് നിയമ നടപടികളിലൂടെയാണ്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സ്വകാര്യ കച്ചവടക്കാരെ പോലെ ഇഷ്ടമുള്ള കടയിൽ നിന്ന് ഇഷ്ടമുള്ള വിലയ്ക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. ടെൻഡർ പ്രോസസ്സിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ വീട് നമുക്ക് സാധിക്കാൻ പറ്റും. ചില സമയത്ത് വലിയ വോട്ട് ചെയ്യാൻ നമുക്ക് അത് എടുക്കാനും കഴിയില്ല. അമിത്ഷായുടെ നമുക്ക് ബോധ്യമുണ്ട്. കാരണം ടെൻഡർ നടപടികൾ 14-ാം തീയതി പൂർത്തിയാവും. ബാക്കി 13 സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ പ്രശ്നമില്ല. എന്നാൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, മറ്റുൽപ്പന്നങ്ങൾ, മറ്റ് സാധനങ്ങൾ മാർക്കറ്റിലെ വിലയേക്കാൾ വില കുറച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റിലൂടെ. അല്ല, സബ്സിഡി 13 ഉൽപ്പന്നങ്ങൾ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. പരമാവധി എല്ലാ ഉൽപ്പന്നങ്ങളും, ഇപ്പൊ ഓണക്കാലത്ത് ഓഫർ ഉണ്ടായിരുന്നു, മറ്റ് പ്രൈവറ്റ് കടയിൽ ഉണ്ടായിരുന്ന പോലെ 2 സാധനം എടുത്താൽ 1 ഫ്രീ കിട്ടുന്ന ഓഫർ അടക്കം ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങൾക്കില്ലേ. 200 പല ഉൽപ്പന്നങ്ങൾക്ക് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ ഓഫർ ഉണ്ടായിരുന്നു. 3 മണി മുതൽ 4 മണി വരെ അല്ലേ, 2 മണി മുതൽ 4 മണി ആ സമയത്ത് വാങ്ങാൻ പറ്റിയ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. ഇങ്ങനെ ഈ രീതിയിലെല്ലാം ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം പകരുന്ന നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഇതിനെ കൂടുതൽ ആശ്രയിക്കുന്നത്. ജനങ്ങൾ ആശ്രയിക്കുമ്പോൾ പരമാവധി കുറവുകളും പോരായ്മകളും ഉണ്ടാകാതെ നടത്തിക്കൊണ്ടു പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് സാധനം ഇല്ലാത്ത അവസ്ഥ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന മന്ത്രിയും ഗവൺമെന്റും അല്ല. പരമാവധി ഞങ്ങളുടെ കൈക്ക് അപ്പുറത്തായി പോയി ചില കാര്യങ്ങൾ. അതുകൊണ്ട് ജനങ്ങളോട് തുറന്നു പറയും. ജനങ്ങളോട് പറയാൻ ബാധ്യതയാണ് ഞങ്ങൾക്ക്. ആളുകൾക്ക് നൽകുന്ന സബ്സിഡികൾ, സൗജന്യങ്ങൾ, സഹായങ്ങൾ, സംരക്ഷണങ്ങൾ ഏതിലാ പുറകെ പോയത് ഗവൺമെന്റ്? മുൻപ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനിതുവഴി പല ഭാഗങ്ങളിലൂടെയും സ്കൂട്ടറിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, നിരവധി തവണ. എത്ര ദയനീയമായിരുന്നു നമ്മുടെ ഈ മണ്ഡലത്തിലെ റോഡുകൾ, കടമ മണ്ഡലത്തിലെ റോഡ്. ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഏത് വഴി റോഡ് പോയാലും പുതിയ ആധുനിക രീതിയിലുള്ള BMVC നിലവാരത്തിലുള്ള റോഡുകൾ, ആ നിലയിലേക്ക് റോഡുകൾ മാറിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ ആയൂരിന്ന് ചുണ്ടവരെ പോകുന്ന റോഡ് 10-15-16 കിലോമീറ്ററൊക്കെ റോഡ് പൊളിഞ്ഞു കിടന്നത്, നിലമേൽ നിന്ന് മണത്തറ പോകുന്ന റോഡ്, അതൊക്കെ ഒരു സമയത്ത് എത്ര ദയനീയമായിരുന്നു. BMVC നിലവാരത്തിലേക്ക് റോഡ് മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നല്ല വേഗം അനങ്ങാതെയും വണ്ടിയിലിരുന്ന് പോവാം. പക്ഷേ ഗവൺമെന്റ് അതിനുവേണ്ടി ചെലവാക്കുന്ന തുക എത്ര? ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്കറിയാം, അവരുടെ ജീവിതകാലത്ത് 10-50 വർഷത്തിനിടയിൽ ആ റോഡ് റീടാറിംഗ് അല്ലാതെ, കുഴിയടയ്ക്കലും അല്ലാതെ, ഇതുപോലൊരു നിലവാരത്തിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അല്ലാതെ മുൻപ് ഉണ്ടായിട്ടുണ്ടോ? അപ്പം മുമ്പ് ചെലവാക്കിയ 1000 രൂപയാണെങ്കിൽ ഇന്നത് ലക്ഷം കോടി രൂപ ചെലവഴിച്ചാലേ അത്രയും കാര്യം ചെയ്യാൻ പറ്റും.
10 ഇരട്ടി 15 ഇരട്ടി ചെലവ് വരികയാണ്. നമ്മൾ പഠിച്ച ഗവൺമെന്റ് പ്രൈമറി LP സ്കൂളുകളുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പഠിച്ച സ്കൂളുകൾ, ഞാനടക്കം പഠിച്ചിട്ടുള്ള സ്കൂളുകൾ. എത്ര ദയനീയമായിരുന്നു സ്കൂൾ തുറക്കുന്ന സമയത്ത്. കോലമേയാത്തതിന്റെ ഫലമായി ചെണ്ടിടിഞ്ഞ് വീണ് കുട്ടി മരിക്കുന്ന വാർത്തയിലെ മുമ്പ് വായിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പോരയിടത്തുനിന്ന് ചടയമംഗലത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തിലെ ഗവൺമെന്റ് UP സ്കൂൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. നമ്മുടെ ബാബുരാജിന്റെ വീട്ടിലെ മരണത്തിന് പോയിട്ട് പോകുമ്പോൾ എത്ര ബഹുനില കെട്ടിടമാണ്, എന്ത് മനോഹരമായ കെട്ടിടമാണ്. എന്ത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം നമ്മളെല്ലാം പഠിച്ച സ്കൂളുകൾ. ഒരു സമയത്ത് ആ സ്കൂളുകളിൽ കുട്ടികളില്ലാതെ പൂട്ടാൻ തീരുമാനിച്ച കഥ നമ്മളാരും മറന്നിട്ടില്ല. ഞാൻ കോർപ്പറേഷനിലെ കൗൺസിലറായിരിക്കുമ്പോൾ എന്റെ വാർഡിലെ സ്കൂളടക്കം 2000 സ്കൂളുകൾ കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് കുട്ടികളില്ലാത്ത അൺഎക്കണോമിക് എന്ന് പറഞ്ഞ് സ്കൂൾ പൂട്ടാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച വാർത്ത നമ്മൾ വായിച്ച് കണ്ടവരാണ്. ഇന്ന് നമ്മൾ പഠിച്ച സ്കൂളുകൾ ബഹുനില കെട്ടിടങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ മണ്ഡലത്തിൽ പോത്തങ്കോട് UP സ്കൂളിലെ 2 നില കെട്ടിടം പൂർത്തിയാക്കി 3-ാം നില കല്ലിടാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ 2ാമത്തെ നില പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം, 3-ാമത്തെ നില തുടക്കം കുറിക്കുക കല്ലിടം. അപ്പൊ കുഞ്ഞുങ്ങൾ ഇവിടെ നേരത്തെ നിവേദനം നൽകിയതുപോലെ മന്ത്രിക്ക് നിവേദനം കൊണ്ടുവരികയാണ്, MLA കൂടെ ആയതുകൊണ്ട്. മറ്റൊന്നുമല്ല, എല്ലാം നരുന്താണ്, കുഞ്ഞുങ്ങളാണ്, വളരെ പൊടിയാണ്. 4-ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സൈസ് അറിയാമല്ലോ, അവർ നിവേദനമായിട്ട് വരികയാണ്, വലിയ കാര്യമായിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വളരെ സന്തോഷത്തോടുകൂടി ആ നിവേദനം വാങ്ങി വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് 3-ാമത്തെ നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് വേണമെന്നാണ്. ചെറിയ ഡിമാൻഡാണ് അവരുടെ ഡിമാൻഡ്, കുഞ്ഞുങ്ങളുടെ ഡിമാൻഡില്. തൊട്ടടുത്തിരുന്ന എഞ്ചിനീയർ അതിൽ കൊടുത്തു. കാരണം ഉദ്ഘാടനത്തിന് എഞ്ചിനീയർ റിപ്പോർട്ട് വായിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയും, സാറേ ഒരു നിവൃത്തിയില്ല, 3-ാം നിലയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് ടെൻഡർ ചെയ്ത് ടെൻഡർ വർക്ക് എടുത്തനുസരിച്ചാണ് ഇതാ പണി സാറിന് തുടങ്ങാൻ പോകുന്നത്, ഇനി മാറ്റാൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങള് വലിയ കാര്യത്തിൽ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ട് അവരെ നിരാശപ്പെടുത്തണമെങ്കിൽ എങ്ങനെ അവരെ നിരാശപ്പെടുത്തും? നമ്മുടെ കുഞ്ഞുങ്ങൾ 1600-ലധികം കുട്ടികൾ പഠിക്കുന്ന UP സ്കൂൾ ആലോചിച്ച് നോക്കിയ. ഗവൺമെന്റ് UP സ്കൂളിൽ കുട്ടികളില്ലാതെ പൂട്ടാൻ തീരുമാനിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ. എന്നാൽ ഇന്ന് നമ്മുടെ ഇടപെടലിലൂടെ 1650-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളായി ഒരു ഗവൺമെന്റ് UP സ്കൂൾ ഒരു ഗ്രാമപ്രദേശത്ത് നിൽക്കുന്നതിൽ 5-6 കുഞ്ഞുങ്ങൾ ഒരു നിവേദനം കൊണ്ടുവരുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ, ഞാൻ പരസ്യമായ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ തന്ന നിവേദനത്തിന് പരിഹാരം കാണും. MLA ഫണ്ടിൽ നിന്ന് ആ കെട്ടിടം പൂർത്തിയാകുമ്പോൾ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ലിഫ്റ്റിന്റെ സൗകര്യം 3-ാം നിലയിലേക്ക് കയറാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. കുഞ്ഞുങ്ങൾ ഭയങ്കര കഴിയും, അവർക്ക് അതിനപ്പുറം സന്തോഷമില്ല. അവരെ ഇനി 3-ാം നില പൂർത്തിയാകുമ്പോൾ ലിഫ്റ്റിൽ മോളിൽ കയറാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടല്ലോ, നമ്മുടെ പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞ ഈ പഞ്ചായത്തിലടക്കം മുതിർന്ന ആളുകൾക്ക് വന്നിരിക്കാൻ ചെറിയ ഇടമില്ലേ? അല്ലേ? എന്താ പേര് ഇവിടെ? പകൽ വീട്. അതിനടുത്ത് പകൽ വീട് തന്നെ പേര്. പകൽ വീട്. അവിടെ ചായ ഉണ്ട്, വടയുണ്ട്, TV കാണാൻ സൗകര്യമുണ്ട്. ചെറിയ കാര്യമാണോ? മുതിർന്ന പൗരന്മാർക്ക്, പ്രായമേറിയ ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇടം. എത്ര ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ നഴ്സറികൾ, അംഗനവാടിയിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ പഴയ അംഗനവാടിയാണോ ഇന്നത്തെ അംഗനവാടി? സ്മാർട്ട് അംഗനവാടിയല്ലേ? 20-25 ലക്ഷം രൂപ ചെലവഴിച്ച് എല്ലാ ഉപകരണങ്ങളോടുകൂടിയ സ്മാർട്ട് അംഗനവാടികൾ നമ്മുടെ എല്ലാ കുടുംബത്തിൽ അത്തരത്തിലൊരു ഉപകരണം വാങ്ങിക്കാൻ കഴിയുമോ? നമുക്കൊന്നും കഴിയില്ല. 4-5 ലക്ഷം രൂപ ചെലവുള്ള ഉപകരണം അടക്കം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത് അംഗനവാടികൾ സ്മാർട്ടാക്കി, ക്ലാസ് മുറികൾ സ്മാർട്ടാക്കി, ക്ലാസ് മുറികൾ AC സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക്, ആധുനിക രീതിയിലേക്ക് നമ്മുടെ കേരളം മാറുകയാണ്. ഓരോ മേഖലകളിലും. ഇത് അവിടെ മാത്രമല്ല, ഓരോ മേഖലകളിലും. ഞാൻ അതിന്റെ കഥകളൊന്നും പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളോടൊപ്പമാണ്. ഇവിടെ ഞാൻ വരുമ്പോൾ എനിക്ക് 2-3 നിവേദനം നൽകി. ഒന്ന് നൽകിയ നിവേദനം നമ്മുടെ മന്ത്രി തന്നെ നൽകിയതാണ്. അതിന് പരിഹരിച്ചേ പറ്റൂ. പരിഹാരം കാണാൻ ന്യായം പറയാൻ പാടില്ലല്ലോ. അതെന്തായാലും ചടയമംഗലത്ത് പഞ്ചായത്ത് അതിന് സൗകര്യം ഒരുക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അവിടെ എത്രയും വേഗത്തിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ആരംഭിക്കുന്നു. 2, ഇവിടുത്തെ പ്രവർത്തന സമയം 9 മണി മുതൽ 7 മണി വരെ ആക്കണമെന്നുള്ളതാണ്. ഇവിടെ 8 മണിയാണ്, 10-8. അത് 7 മണി വരെ ആക്കണം. ഇതിനൊക്കെ അത് തടസ്സമൊന്നുമില്ല. അപ്പം രാവിലെ 9 തൊട്ട് വൈകുന്നേരം 7 മണി. അപ്പൊ ഇന്ന് മുതൽ ആ പ്രവർത്തന സമയം, കാരണം ലാസ്റ്റ് ബസിന്റെ സൗകര്യം കൂടെ കണക്കിലെടുത്താണ് ആ സൗകര്യം ഏർപ്പെടുത്തുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ പലരും റേഷൻ കാർഡിന്റെ BPL കാർഡിന് വേണ്ടുന്ന അപേക്ഷ വന്നു. ഞാൻ ചുമതലയെടുത്തപ്പോൾ എന്തൊരു തിരക്കാരെന്ന് അറിയാമോ? അനർഹരുടെ കയ്യിലിരിക്കുന്ന റേഷൻ കാർഡ് പിടിച്ചെടുത്താണ് അർഹതയുള്ള ഇതുപോലുള്ള ആളുകൾക്ക്, രോഗികൾക്ക്, BPL ആയിട്ടുള്ള കുടുംബങ്ങൾക്ക് കൊടുത്ത് 5 ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞു.
1,72,000 കുടുംബങ്ങളുടെ കയ്യിലിരുന്ന അനർഹരായ കാർഡ് തിരിച്ചെടുത്തു ഗവൺമെന്റ്. ഒരു ഫൈനും ഏർപ്പെടുത്തിയില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ നിർഭയമായി തിരിച്ചേൽപ്പിക്കുക, നിങ്ങൾ കാണിച്ച തെറ്റാണ്, നിയമപരമായി നിങ്ങൾ കാണിച്ച തെറ്റാണ്, പക്ഷേ ഒരു തവണത്തേക്ക് മാപ്പ് തരികയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ 1,72,000 കുടുംബങ്ങൾ അനർഹമായി അവരുടെ കയ്യിൽ വെച്ചിരുന്ന കാർഡ് തിരിച്ചേൽപ്പിച്ചു. അതിനുശേഷം ഫൈൻ ഈടാക്കി. ഇനി കൈവശം വെച്ചിരുന്നാൽ വിടാനുമില്ല, അത് ഫൈൻ ഈടാക്കും. പക്ഷേ ഒരവസരം കൊടുത്തു. അതുപോലെ ഈ വരാൻ പോകുന്ന 15-ാം തീയതി മുതൽ റേഷൻ ഷോപ്പുകളിൽ ഒരു മാസക്കാലം പരാതിപ്പെട്ടി വയ്ക്കുകയാണ് ഗവൺമെന്റ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എന്ത് പോരായ്മകളുണ്ടെങ്കിലും, റേഷൻ കടയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് പരാതി അതിനകത്ത് നിക്ഷേപിക്കാൻ എഴുതിയിടാൻ അവസരമാണ്. പേര് വെച്ചില്ലെങ്കിലും ആരെയും ശിക്ഷിക്കുന്നില്ല, പേരത് വെക്കില്ല. നിങ്ങൾക്ക് പ്രതിഷേധമുള്ള, നിങ്ങൾക്ക് വിമർശനമുള്ള, നിങ്ങൾക്ക് എതിരഭിപ്രായമുള്ള ഒരു വിഷയം റേഷൻ കടയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, കാർഡുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പരാതി എഴുതിടാം. നിങ്ങളുടെ കാർഡിൽ ഒരു തെറ്റ് തിരുത്തണം, ഇൻഷ്യൽ തെറ്റായി കിടക്കുന്നു, അഡ്രസ് തെറ്റായി കിടക്കുന്നു, നമ്പർ തെറ്റായി കിടക്കുന്നു, തിരുത്തണം. പൈസ തെറ്റായി കിടക്കുന്നു, തിരുത്താം, അപേക്ഷ എഴുതിയിടാം. ആ അപേക്ഷയ്ക്ക് ഒരു പൈസ ചെലവില്ല. ഒരു പൈസ ചെലവില്ലാതെ കേരളത്തിലെ റേഷൻ കാർഡുകൾ ശുദ്ധീകരിക്കാൻ തെളിമ എന്ന പദ്ധതി ഈ 15 മുതൽ ആരംഭിക്കുക. റേഷൻ കടക്കാരൻ ബോക്സ് വെച്ചില്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ബോക്സ് വെക്കാൻ പറയണം. പഞ്ചായത്ത് മെമ്പറാണ് എല്ലാ വാർഡിലെയും റേഷൻ കടയുടെ കമ്മിറ്റിയുടെ ചെയർമാനായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുമ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ചെയർമാൻ. ഞാനത് ഭേദഗതി ചെയ്ത് വാർഡ് മെമ്പർ, ഏത് പാർട്ടി നോക്കിയിട്ടല്ല, വാർഡ് മെമ്പർ ചെയർമാനായിട്ടുള്ള വിജിലൻസ് കമ്മിറ്റിയാണ് എല്ലാ റേഷൻ ഷോപ്പിലും രൂപം കൊടുത്തിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടി അതിനകത്തുണ്ട്. അവർ നോക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് ഭരിച്ചളയരുത്. കടക്കാരനെ അങ്ങോട്ട് ഞങ്ങൾ ഈ കമ്മിറ്റി അംഗമാണ്, ഞാൻ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കളയരുത്. അതിനാവശ്യമായ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഇടപെടാനാണ് ജനകീയ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിങ്ങൾ അതിനനുസരിച്ച് ആ നിലയിൽ ഇടപെട്ട് കൂടുതൽ മെച്ചപ്പെട്ട സർവീസ് ജനങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കുന്ന തരത്തിലേക്ക് മാറാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന എന്റെ കയ്യിൽ കിട്ടിയ അപേക്ഷ അടിയന്തരമായും പരിശോധിച്ച് മുൻഗണനാ കാർഡ് അവർക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. മറ്റ് ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഈ സ്ഥാപനം നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇതിന് എന്തെങ്കിലും കുറവ് വന്നാൽ പിറ്റേ ദിവസം രാവിലെ വിമർശിച്ച് ഇതിനെ തകർത്ത് കളയരുത്. ഇത് മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസ നേരുന്നു. നന്ദി. ആദ്യ വിൽപ്പന നടത്തുന്നതിന് പ്രിയങ്കരിയായ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് ലതിക വിദ്യാർത്ഥി ക്ഷണിക്കുന്നു. എനിക്ക് അടുത്തൊരു പരിപാടി സമയം കഴിഞ്ഞു. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അധ്യക്ഷത വന്നു. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷ, ഏറെ ബഹുമാനിയായിട്ടുള്ള മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി, സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന്റെ സാറിന് ഫ്രണ്ടിലോട്ട് വരണേ മാഷെ, ഫ്രണ്ടിലോട്ട്. ഇങ്ങോട്ട് സാർ ഇവിടെ താത്ത് വെച്ചോ. ആ ബില്ല് അങ്ങോട്ട് കൊടുത്താൽ എനിക്ക് 1-2 പരിപാടികൾ പങ്കെടുക്കാം. മഹാനായിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള മന്ത്രി ജി ആർ അനിൽ, വേദിയിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന്
എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടെ സംഭാവന ഇവിടെ വേദിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർമാർ ഏറ്റുവാങ്ങുകയാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായ ശ്രീ സാം കെ ഡാനിയൽ അവരുടെ വേദിയിൽ ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ ഇതിനുവേണ്ടി പരിശ്രമം നടത്തിയ ഏറെ പ്രിയങ്കരനായ നമ്മുടെ MLA കൂടിയായ സഖാവ് ചിഞ്ചുറാണി, ഉദ്ഘാടനം നിർവഹിച്ച ഏറെ പ്രിയങ്കരനായ ശ്രീ GR അടക്കം നമ്മുടെ ഇതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയ പൊതുപ്രവർത്തകർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ സ്ഥാപനം നമ്മുടെ നാടിന്റെ സർവോന്മുഖമായ പുരോഗതിക്ക്, നാടിന്റെ പാവപ്പെട്ട മനുഷ്യർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരുമെന്നുള്ള സംശയമില്ല. എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി BJPയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരികുമാർ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചറാണി അവർ, ഈ പുതിയ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഈ ധന്യ മുഹൂർത്തത്തിൽ ഉദ്ഘാടനം ചെയ്ത പൊതുവിതരണ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർ, ആദ്യ വിൽപ്പന നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, കുടുംബശ്രീ പ്രവർത്തകരെ, പോലീസ് മാധ്യമ പ്രവർത്തകരെ, എല്ലാവർക്കും സാദര നമസ്കാരം. പടിഞ്ഞാറൻ മേഖലയുടെ ആൾക്കാർ, ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഈ പൊതുവിതരണ കേന്ദ്രം, പഴയ മാവേലി സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് എന്ന പുതിയ നാമധേയത്തിൽ ഒരിടത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 13 സബ്സിഡി സാധനങ്ങളോടുകൂടി ഈ സംരംഭം, ഈ മാർക്കറ്റ്, ഈ പൊതുവിതരണ കേന്ദ്രം നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഗുണപ്രദമാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന 55% സബ്സിഡിയോടുകൂടിയ സാധനങ്ങൾ ഇന്ന് പല കാരണങ്ങൾ കൊണ്ടത് 35%-ഓളമായിട്ടാണ് നമുക്ക് ലഭിക്കുക. അതും കൃത്യമായി തന്നെ നമുക്ക് കിട്ടുന്നതിന് വേണ്ട ഓരേടം നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന സൂപ്പർ മാർക്കറ്റിങ്ങിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിന് ബഹുമാനപ്പെട്ട മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ നിരവധി ജനവാസികളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് വളരെ വർണ്ണശബളമായ ഒരു ചടങ്ങാണ് നടന്നത്. ഈ ചടങ്ങിൽ സാക്ഷി TVക്ക് വേണ്ടി തത്സമയം ഗോപൻ മുദ്ര പകർത്തിയ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്.
ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു.